ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഇച്ചിരി ഉപ്പേരിക്കപ്പ കിട്ടിയായിരുന്നു. അത് വറുത്ത് 4 മണി പലഹാരമാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും നല്ല മഴയത്ത് നമുക്ക് ഉപ്പേരിക്കപ്പ തിന്നാൻ നല്ല ഉപ്പേരിക്കപ്പയും കട്ടൻ കാപ്പിയോ ഇല്ലെങ്കിൽ ചായയോ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ നമുക്ക് നല്ല ഇതാണല്ലോ മഴയത്തിരുന്ന്. അങ്ങനെ ഞാൻ എണ്ണ ചൂടായപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് ഉപ്പേരിക്കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഞാൻ ഇച്ചിരി എണ്ണ ഉപയോഗിച്ചുള്ളായിരുന്നു. ഒത്തിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണയിലാണ് അത് എണ്ണ അങ്ങനെ പിടിക്കത്തില്ല. എന്നാലും നമ്മൾ വറുത്തെടുക്കാൻ ഇച്ചിരി എണ്ണ എടുത്തുള്ളൂ ഞാൻ. അങ്ങനെ ഞാൻ ഇതൊന്ന് ചെറിയൊരു മൂപ്പ് പോലെ വരണം, മൂത്ത് അതിൻ്റെ കളറ് വ്യത്യാസം വരണം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ എനിക്ക് സാധനം ഉള്ളായിരുന്നു. നേരത്തെ ഞാനിത് വറുത്തായിരുന്നു ബാക്കിയുള്ളതെല്ലാം. അങ്ങനെ ഞാനിത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇതാണ് ഉപ്പേരിക്കപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് മഴക്കാലത്ത് നമുക്കൊന്നുമില്ലാത്തപ്പോഴൊക്കെ തിന്നാൻ പറ്റിയ പലഹാരമാണ്. അത് നമ്മൾ ഇത്തിരി എടുത്ത് ഉള്ളൊക്കെ സമയത്ത് അത് എടുത്ത് വഴറ്റിയൊക്കെ വെച്ചിരുന്നാൽ മതിയാൽ നമുക്ക് പിന്നീട് നമുക്ക് മഴക്കാലത്തൊക്കെ വിശപ്പുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ വറുത്തെടുത്ത് കഴിക്കാൻ പറ്റും. ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി വരും, അത് മൂത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പുറത്തെ അടുത്ത് ഞാൻ ചായക്ക് വെച്ചേക്കുവാണ്. കുഞ്ഞിന് പാലും എല്ലാം കൂടെ എടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അങ്ങനെ ചായ ഒന്നും കുടിക്കത്തില്ല, പാലും ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇച്ചിരി പാല് നിർബന്ധിച്ചു കൊടുക്കും. എന്നാലേ എന്തെങ്കിലും കുഞ്ഞ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെ എപ്പോഴേലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തീറ്റിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും. അവന് അങ്ങോട്ട് ആഹാരത്തോട് താല്പര്യം കുറവാണ്. എന്തെങ്കിലും കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയ പുതിയ ഐറ്റംസ് എല്ലാം ഉള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നാൽ ഒന്ന് പറഞ്ഞേക്കണേ. ഏകദേശം മൂക്കാറായി വരുന്നുണ്ട്. കളർ മങ്ങി വരുന്നത് കണ്ടോ? നല്ല ഇതൊരു മാതിരി വേറൊരു കളർ ആവും ഇതിൻ്റേത്. നമുക്ക് എല്ലായിടത്തും ഇത് നമ്മൾ ചെയ്യുന്നതല്ലേ. നമുക്ക് എല്ലായിടത്തും ഈ 4 മണി പലഹാരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ? ഞാനങ്ങനെ ഇതായപ്പോൾ ഞാനത് കോരിയെടുക്കുവാണ്. അത്രയും മൂത്താൽ മതി. അതിന് ശേഷം ഞാൻ അതിലേക്ക് എണ്ണ പോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ എടുത്ത് പാത്രത്തിൽ കോരി വെച്ചേക്കുവാണ്. പാത്രത്തിൽ കോരി വെച്ച് ഇതിനകത്തോട്ട് ഞാൻ ഉപ്പ് ഒഴിച്ചു, വെള്ളം തളിച്ചിട്ട് ഞാൻ കുടഞ്ഞ് എടുക്കുവാണ് ഉപ്പെല്ലായിടത്തും പിടിക്കാൻ വേണ്ടി. എന്നാലേ നമ്മളൊന്ന് തട്ടിക്കൊടുത്താൽ അതെല്ലായിടത്തും അതിൻ്റെ ആ ഒരു ഉപ്പിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഉപ്പേരിക്കപ്പയും ചായയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.